Hello dears, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് മറ്റൊരു ഇൻസ്റ്റൻറ്റ് കുറുക്ക് റെസിപ്പിയാണ്. ഇൻസ്റ്റൻറ്റ് കുറുക്ക് എന്ന് പറയാനുള്ള കാരണം ഇതിന് നമുക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്ക് അങ്ങനെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സിറിയൽ മിക്സ് നമ്മൾ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. മാത്രമല്ല ട്രാവലിംഗ് ഒക്കെ ആണെങ്കിലും നല്ലൊരു ട്രാവൽ ഫുഡ് കൂടിയാണ് കുട്ടികൾക്ക്. ഇതിനു മുൻപും അവൽ ഉപയോഗിച്ച് ഒരു ഇൻസ്റ്റൻറ്റ് സിറിയൽ മിക്സ് നമ്മൾ തയ്യാറാക്കിയതാണ്. അത് നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ന്യൂട്രീഷ്യസുമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഈ കുറുക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് മഖാന ഉപയോഗിച്ചാണ്. ഇന്ത്യയിലാണ് ഇതിനെ മഖാന എന്ന് വിളിക്കുന്നത്. ഇതിനെ ഫോക്സ് നട്ട്സ് എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ലോട്ടസ് സീഡ്സ് എന്നും ഫൂൾ മഖാന എന്നും ഒക്കെ വിളിക്കുന്ന ഒരു സാധനമാണിത്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ നല്ലൊരു സ്നാക്ക് ഓപ്ഷനാണ്. ഏതാണ്ടൊരു 6 മാസം ആവുന്നത് തൊട്ട് തന്നെ കുട്ടികൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. 6 മാസത്തിലൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3-day വെയിറ്റ് റൂൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ല കാലറി ഡെൻസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. മാത്രമല്ല ധാരാളം ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് റെസിപ്പി കാണുന്നതിനോടൊപ്പം തന്നെ നോക്കാം. എന്നാൽ നമുക്ക് ഈ മഖാന ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് മിക്സ് തയ്യാറാക്കാൻ പറ്റുന്നതെന്നുള്ളത് നോക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ 1 കപ്പ് മഖാനയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഓരോ മഖാനയും ഇതുപോലെ അരിഞ്ഞ് അതിന് ഉള്ളിൽ വേംസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഈ ലോട്ടസ് സീഡ്സ് എന്ന് പറയുന്നത് വളരെയധികം ന്യൂട്രീഷ്യസ് ആണെങ്കിലും പലതിൻ്റെയും അകത്ത് ചിലപ്പോൾ വേംസ് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് സൂക്ഷിക്കുക. വേംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്തിട്ട് ബാക്കിയുള്ളത് മാത്രം ഉപയോഗിക്കാം. ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് നോക്കിയപ്പോഴും അങ്ങനെ വേംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മളെല്ലാം ഇങ്ങനെ 1 കപ്പും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ചെക്ക് ചെയ്ത മഖാനാസാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. അടിയിൽ കരിയാനായിട്ട് പാടില്ല. അതുകൊണ്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് എങ്ങനെയാണ് ഡ്രൈ റോസ്റ്റ് ആയി എന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ണം എടുത്ത് കടിച്ചു നോക്കുക. നല്ല ക്രിസ്പി ആയിട്ട് ഇത് മാറിയിട്ടുണ്ടാവും. ഒരു ച്യൂവി ടെക്സ്ചർ ആയിരിക്കരുത്, നല്ലൊരു ക്രിസ്പി ടെക്സ്ചർ ആയിരിക്കണം. എന്നാലാണ് ഇത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അതിനി നമുക്കൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സർ ജാറിലോട്ട് ഇടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുള്ള മിക്സർ ജാർ ആയിരിക്കണം. ഒട്ടും തന്നെ നനവ് ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് 2 ഏലക്കായയാണ്. ഏലക്കായയുടെ തൊലി കളഞ്ഞിട്ട് അതിനകത്തുള്ള സീഡ്സ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഏലക്ക നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കുക. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ ടെക്സ്ചറിൽ തന്നെയാണ് നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഏതാണ്ടൊരു 6 മാസം തൊട്ട് തന്നെ നമുക്ക് കുറുക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. നിങ്ങളുടെ കുട്ടികൾക്കൊരു 9 തൊട്ട് 10 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പതിയെ ഡ്രൈ ഫ്രൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. അങ്ങനെ നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊപ്പം തന്നെ നമുക്കൊരു അല്പം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് ആവും. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ തയ്യാറാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഏറ്റവും നല്ലത് ഗ്ലാസ് ജാർസ് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ജാർ എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, അതിനകത്തൊട്ടും തന്നെ നനവ് പാടില്ല. എന്നാൽ മാത്രമേ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഞാനിത് വളരെ ചെറിയൊരു എമൗണ്ടാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടുതൽ എമൗണ്ടിലും ചെയ്ത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യാം. ഇനി ഈ കുറുക്ക് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ കുക്കിങ്ങിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. പക്ഷെ എന്നാലും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ കുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഈ സിറിയൽ മിക്സാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും.
അപ്പോൾ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ പതിയെ പതിയെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മഖാനയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ ബോൺസിനും ടീത്തിനും ഒക്കെ വളരെ നല്ലതാണ്. മാത്രമല്ല ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒന്നായതുകൊണ്ട് അലർജീസ് ഒന്നും അധികം വരാനായിട്ട് സാധ്യതയില്ലാത്ത ഒരു ഫുഡാണ്. അതുപോലെ തന്നെ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മസിൽസിനും ബോൺസിനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട്, ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡൈജഷനൊക്കെ നല്ലവണ്ണം നടക്കും. പിന്നെ കുട്ടികളുടെ കിഡ്നി ഹെൽത്ത് നന്നാവാനായിട്ടും സഹായിക്കുന്ന ഒരു ഫുഡാണ്. അങ്ങനെ പല പല ഗുണങ്ങളുമുള്ള ഒരു ഫുഡാണ് ഈ മഖാന എന്ന് പറയുന്നത്. പിന്നെ മധുരത്തിനായിട്ട് ഞാനിവിടെ ചേർക്കുന്ന അല്പം ഡേറ്റ് സിറപ്പാണ്. ഇതിന് പകരം നിങ്ങൾക്ക് പനങ്കർക്കണ്ടോ കരിപ്പെട്ടിയോ ശർക്കരയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരിക്കലും വൈറ്റ് ഷുഗർ കുട്ടികൾക്ക് 1 വയസ്സിന് മുൻപ് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഈ ഡേറ്റ് സിറപ്പ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കാം. ഡേറ്റ് സിറപ്പ് നല്ല കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് മതി നമുക്ക് നല്ലൊരു മധുരം കിട്ടാനായിട്ട്. അപ്പോൾ മധുരവും ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ടേസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ഡെലിഷ്യസും ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് മഖാന കുറുക്ക് തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.